ഹായ് ഡിയേഴ്സ്, നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ റീച്ച് ആയിട്ടുണ്ട് സഫാരി സൂവിൽ. അപ്പോൾ ഇപ്പം മിഡ് ടേം ബ്രേക്കാണ് കേട്ടോ. ഇംഗ്ലീഷിന് ക്ലാസ്സില്ല, സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇവിടെ ബ്രേക്കാണ് നമ്മുടെ സ്കൂളിൽ. ആസ് എ ടീച്ചർ എനിക്കും ബ്രേക്ക് തന്നെയാണ്. സോ നമ്മളിന്ന് ഇക്കാക്ക ലീവ് ആയതുകൊണ്ടിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ളത് സഫാരി സൂവിലേക്കാണ്. നമ്മൾ ലാസ്റ്റ് ഇന്നൂസ് ചെറുതായിരുന്ന സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ വന്നത്. അടിപൊളി കാഴ്ചകളാണ് ഉള്ളിലുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പോയി കണ്ടു നോക്കാം. നമ്മൾ പിന്നെ ഫുഡൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത്. കാരണം വേറൊരു സ്ഥലത്ത് പോകാനായിരുന്നു പ്ലാൻ കേട്ടോ. മെൽക്കോയിനിൽ പോകാനായിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയയിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇൻ ബിറ്റ്വീനാണ് പ്ലാൻ ചേഞ്ച് ആക്കിയത്. സോ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് പുറത്തിരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. സോ നമ്മളിവിടെ ഇരുന്നാൽ കഴിച്ചിട്ട് പോകുന്നത്. നമ്മൾ എൻട്രൻസിലെത്തി കേട്ടോ. അടിപൊളിയല്ലേ? ഇത് മറ്റേ കമ്പൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പനയുടെയാണെന്ന് തോന്നുന്നു. നല്ല തിക്നെസ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, റീചാർജ് ചെയ്യുന്ന മെഷീനുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. മുകളിൽ അടിപൊളി വലിയ ഫാൻസ്, ഒത്തിരി വലിയ ഫാൻസ്, നല്ല വലിയൊരു സ്പേസാണ് കേട്ടോ. ഇച്ചുക്കുട്ടി എണീറ്റു. ഹലോ ഇച്ചുക്കുട്ടി. ഹലോ. ഇച്ചുമണി. ഇവിടെ സ്ക്രീനുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. മാപ്പ് അവൈലബിൾ ആണ്. എന്താടാ വരാത്തത് കറക്റ്റ് സമയത്ത്? ബാക്ക് ടു ദ മാപ്പ്. പോവാം. ലെറ്റ്സ് ഗോ ഇച്ചുക്കുട്ടി. സോ നമ്മൾ എൻട്രൻസിൽ കടന്നിട്ടുണ്ട്. വി ഗോട്ട് ടാഗ്. ഹാപ്പി ആണോ? ഇച്ചു ഹാപ്പി ആയടാ? ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അടിപൊളി ആയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു മരമാണ്. അതൊക്കെ എന്ത് രസം അത് കാണാനായിട്ട്. വരണ്ടുണങ്ങിയ ഭൂഖണ്ഡത്തിലെത്തിയ പോലുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ നിറച്ചും പച്ചപ്പാണ്. യു എയിലാണ് ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. ബട്ട് സ്റ്റിൽ എന്ത് രസമായിട്ടാണ് അവരെല്ലാം ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം വെട്ടിക്കളയുമ്പോഴേക്കും ഇവിടെ എല്ലാം പുല്ല് വരെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കുകയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഇക്കാക്കാൻ്റെ ഒറിജിനൽ മരത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ചമ്മൻ്റെ നാളൊക്കെ അടിപൊളി ചെടിയൊക്കെ കേട്ടോ. ഇത് കറക്റ്റ് ഈ ബാർക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കല്ലും കൊണ്ട് ചെത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് റിയൽ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, ഉള്ളിൽ പോയി നോക്കാം. ആനിമൽസൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. യെസ്, ഗോ ആൻഡ് വാച്ച്. ഇച്ചിക്കുട്ടിക്ക് പാലും എടുക്കാനായോ? ഓഫ് ആഫ്രിക്കയിലേക്ക് അട്ടപ്പൊക്കൊണ്ടിരിക്കുന്ന നോ സ്മോക്കിംഗ് സോൺ. ഹലോ ബേർഡ്സ്, ഹൗ ആർ യു? വെൽക്കം ബേർഡ്സ് ഓഫ് ആഫ്രിക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ഗിനിക്കോഴിനെ പോലെ ഉണ്ട്. ഇതെന്താ സാധനം? Africa has a great variety of habitats that are home to a huge diversity of birds. You can find birds in every corner of the continent, from wetland to savanna. Wow, nice.
ഇവിടെയൊക്കെ കാടാണ് കേട്ടോ, നല്ല കാട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിലൊക്കെ കാണുന്ന തന്നെ ഒരു മുല്ല അല്ലേ, മറ്റേ കുറ്റി എന്ത് സാധനം, പിച്ചിയൊക്കെ പോലത്തെ ഒരു സാധനം. പിച്ചിക്കുട്ടി നോക്കിയ മോളില്ല കൊക്കിരിക്കണു, ബ്ലാക്ക് കളർ കൊക്ക്. ഇവനാ കരഞ്ഞോണ്ടിരിക്കുന്ന നാട്ടിലെ ഭൂതക്കൊക്കെ പോലെ. ഓട്ടറാ ബ്ലാക്ക് കളർ ഡക്ക്. പിന്നെ അതല്ല, ബ്ലാക്ക് മാത്രല്ല, ആഫ്രിക്കൻ ഡക്ക് ബ്ലാക്ക് കളറാണോ? അത് നോക്കിയാൽ മറ്റത് നോക്കിയാൽ നല്ല കാപ്പിയും ബ്ലാക്കും. നല്ല ബേർഡ്സ്. ഫ്ലമിംഗോയെ പറ്റി എഴുതിയിട്ടുണ്ട്. മഡ് എഞ്ചിനീയേഴ്സ് ഫ്ലമിംഗോസ് rise their chicks in the nest made of mud. ഓക്കെ പപ്പ, ഇതുപോലെ മണ്ണ് ഇങ്ങനെ കൂട്ടി വെക്കും. ഇതുപോലെ മണ്ണ് കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ ദേ ഇങ്ങനെ അത് മുട്ട ഇടണം. ഇന്നത് കണ്ടോ? ഇന്നു റെയിൻബോ കളറൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട്. കാലടക്കിയതായിരിക്കും താറാവ്. വെള്ളം ഇങ്ങനെ താറാവിന്റെ ചുണ്ടുമൊക്കെ നമ്മുടെ വീട്ടിലുള്ള താറാവിന്റെ ചുണ്ടു പോലെ അല്ല. ബാക്ക് കണ്ട എല്ലാ ബേർഡ്സിന്റെയും കാലിൽ ടാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സെൻസർ. ഇച്ചിക്കുട്ടി എന്താ ഫ്ലമിംഗോന്റെ പിക്ചർ കണ്ടോണ്ടിരിക്കുകയാണ്. ഇച്ചിക്കുട്ടി ഇതാ, ഇത് വിസ്ലിംഗ് ഡക്കാണിത് കണ്ടോ. ഇത് ആഫ്രിക്കൻ സ്പൂൺ ബിൽ, ഇത് വന്നിട്ട് ആഫ്രിക്കൻ ഓപ്പൺ ബിൽ. ഇത് ഡെമോയിസിലെ ക്രെയിൻ കൊക്കില്ലേ നമ്മുടെ നാട്ടിലുള്ള അതുപോലത്തെ. ഇത് ഫിനിക്കോ ഐസിസ് മൈനർ. ഇത് വെറ്റ്ലാൻഡ് ബേർഡ്സിൻ്റെ തന്നെ വേറെ അബ്ഡിം സ്റ്റോർക്ക്, യെല്ലോ ബിൽഡ് കണ്ടോ, യെല്ലോ കളർ ബില്ല് കണ്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ക്രൗൺ നൈറ്റ് ഹിറോൺ ആണിത്. ഇത് കാറ്റിൽ എഗ്രൈറ്റ്. ഇത് അലൻ ഗാലിനോ ആണ്. ഇന്ന് പഠിപ്പിക്കട്ടെ രണ്ടുപേരും നോക്കിയേ, ബോത്ത് ഓഫ് യു. പർപ്പിൾ സോംഫൻ. ഇത് ഗ്ലോസി ഈബിസ്. ഇത് ഹാമർ കോ. ഓക്കെ, പഠിച്ചോ രണ്ടുപേരും? ഇത് സെയിം പ്ലേസിൽ തന്നെ മോളിൽ നിന്നുള്ള വ്യൂ ആയിട്ടാണ്. വലിയൊരു ചാരക്കൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇന്ന് കണ്ടോ? ഇന്നു താറാവിന്റെ ഇത് നോക്കിയേ, പർപ്പിൾ കളർ താറാവ്. ഇത് നോക്കിയപ്പാ, ഓ പർപ്പിൾ കളർ താറാവിനെ കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ദിസ് വൺ ഈസ് ലൈക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. ഇഷ്ടം പോലെ പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. വെൽക്കം ടു ബേർഡ്സ് ഓഫ് ആഫ്രിക്ക. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ഇവിടെ വന്നടാ, എന്താ കാണിക്കണം നീ നോക്കട്ടെ. അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ഈസ് അവൈലബിൾ. ആരത്? ആ കാണാൻ പറ്റുന്നില്ല ആക്ച്വലി. ആ മുകളിൽ ബേർഡ്സിനെ തൂക്കിയിട്ടൊക്കെ നോക്കുന്ന നല്ല രസമില്ല കാണാൻ. ഇനി ഇവിടെ വന്നേ, ഇവിടെ വാ. Can you guess what type of beak matches with each tooth? ഗെയിമാണ് കേട്ടോ. ഇതിനകത്ത് ഇതുപോലത്തെ ഏത് ബേർഡാണ്, ബേർഡല്ലല്ലോ ബീക്കുള്ളത് ഏതിനായിരിക്കും? ഈ ഫിഷിനെ പിടിക്കാൻ ഇതുപോലെ പിടിക്കാൻ പറ്റുന്ന ബീക്കുള്ള ആരാ? നെറ്റിൽ വെച്ച് പിടിക്കാൻ പറ്റുന്ന പോലെ പറയാമോ? നോക്കിയേ, ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആരാണ്? ഉണ്ടോ സെയിം ആയിട്ടുള്ളവൻ? ഇതാണ് പെലിക്കൻ. ഇതിന് പറ, ഇതുപോലെ ഇരിക്കുന്ന ബീക്കുള്ള ആരായിരിക്കും? ഗസ് 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 ഫസ്റ്റ്. അവിടെ നോക്ക്, അവിടെ ഔട്ട് സൈഡിൽ ബേർഡ്സ് നിൽക്കുന്നുണ്ട്, അതിൽ ഏതിനായിരിക്കും? പറ പറ. അറിയില്ല. ഇറ്റ്സ് എ പാരറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇങ്ങനെയുള്ളത് ഇങ്ങനത്തെ ബീക്കുള്ളതോ? ബീക്കുള്ളത് നോക്ക് നോക്ക് നോക്ക്. It's a
Bee eater. Bee eater. Next one this. ഇങ്ങനെ സ്ട്രോ പോലത്തെ വീക്കുള്ള Roti. പോടാ കണ്ടോ സ്ട്രോ പോലുള്ളത്. ഇത് ഇസ് എ sunbird. Sunbird. Yeah. ഇത് നോക്കി ഇതെന്താ കത്രിക പോലത്തെ സിസേഴ്സ് പോലത്തെ നോക്കി ആരുടെയാ Second. ഒന്നും പറഞ്ഞില്ല. ഈഗിൾ. Eagle. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ദിസ് കണ്ടോ ചൂണ്ടയുടെയൊക്കെ കൊണ്ടുപോലുള്ള അതാരുടെയാ Cat. യുനോ ഇത് പാമ്പ് പോലത്തെ ഹിറോൺ. എഗ് മാച്ചിങ് ആണ് ഇത്. റോബിൻ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് എഗ്ഗിൻ്റെ സൈസ് കണ്ടോ ആരോ മാർക്ക്ഡ് ബാറിൽ ഇത് വന്നിട്ട് റോബിൻ തന്നെ. അതിൻ്റെ നല്ല രസമുണ്ടല്ലോ ഷെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ഫീൽ ചെയ്യാൻ പറ്റും. കേക്ക് റോ ഇത് കോമൺ ചാഫിഞ്ച്. ഇത് കേപ്പ് ബാറ്റസ് കണ്ടോ. ഇത് ലാനർ ഫാൽക്കൺ, ആഫ്രിക്കൻ സ്നൈപ്പ്, ഇത് ബ്ലൂ ക്രെയിൻ. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് വാട്ട് ഇൻസൈഡ് ദിസ് എഗ്. വാട്ട് ഈസ് ഇൻസൈഡ് ദ എഗ്. എഗ് ഒക്കെ ഉണ്ട്, ബേബി ഉണ്ട് കണ്ടോ. ക്ലോസ് ചെയ്താം. ഇതെന്താ സ്വിച്ച് എന്ന് പറയാം. സ്വിച്ച് കരയാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് നോക്കടാ ഇവിടെ എന്താണെന്നറിയോ ആഫ്രിക്കൻ ഗ്രീൻ ബാബ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കണ്ടോ. മാച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ പലതരത്തിലുള്ള അവരുടെ ഹാബിറ്റാറ്റില്ലേ. ചിലത് ട്രീയിലായിരിക്കും, ചിലത് മഡിലാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടോ. നെസ്റ്റ് ഉണ്ടാക്കുന്നത് ചിലത് ഇത് വെച്ചിട്ടാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത്. മാച്ച് ചെയ്ത് വെക്കണം. ഇത് കണ്ടോ നെസ്റ്റ് ഉണ്ടാക്കുന്ന വേറെ മെറ്റീരിയല്. പിന്നെ അത് ഫെദർ വെച്ച് നെസ്റ്റ് ഉണ്ടാക്കും. ആരാ ഫെദർ വെച്ച് നെസ്റ്റ് ഉണ്ടാക്കുന്നത്? മാച്ച് ചെയ്ത് നോക്കിയേ. ഇവനാണോ നോക്ക് മാച്ചി മാച്ചി. ഓക്കെ അപ്പോൾ ഫെദർ വെച്ചിട്ടാക്കുന്നത് നമുക്ക് ഇവിടെ വയ്ക്കാം. കറക്റ്റ് ആയില്ലേ? മാച്ച് ആയോ? എല്ലാം മാച്ച് ആയോ? ഓക്കെ. റിയൽ നെസ്റ്റ് കണ്ടോ. റിയൽ നെസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ റിയൽ നെസ്റ്റ് കണ്ടോ. കുഞ്ഞാറ്റിക്കിളീൻ്റെ നെസ്റ്റ് പോലത്തെ. ഇത് ഇവിടെ നോക്കിയാൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. നമുക്ക് മൈക്രോസ്കോപ്പിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഫെദർ ആണ് കേട്ടോ മൈക്രോസ്കോപ്പിലുള്ളത്. നോക്കാം നോക്കി ജമ്പിങ് and wash. What is inside? Can you find the parts labeled in the picture? Stem അല്ല അതിൻ്റെ. ഇത് ഫെദറിൻ്റെ നടുക്ക് കൂടി പോകുന്ന ഇതാ ബോൺ പോലത്തെ ഏരിയ. Can I show them? കണ്ടോ ലൈനിങ്. ഇത് നോക്കാം. വി സ്റ്റഡി ദ ബേർഡ്സ് ബൈ മേക്കിംഗ് ദം അല്ലേ. അപ്പോൾ DNA സാമ്പിൾസ് എടുക്കുന്നുണ്ടോ അവൻ്റെ മേത്തുനിന്ന് ബ്ലഡൊക്കെ എടുക്കുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ റിങ്സ് ഇട്ട് കൊടുക്കും അവരെ നോക്കാനായിട്ട്. ഏതൊക്കെയാണ് അതിൻ്റെ പലതരത്തിലുള്ള റിങ്സ് കണ്ടോ ഇവിടെ ഇരിക്കുന്ന. ദീസ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിങ്. പിന്നെ നമുക്കിത് നോക്കാം. എന്താ നോക്കാം അതിൻ്റെ ഉള്ളിൽ. ഹാവ് ടു സീ ലുക്ക് ത്രൂ ദ ഹോൾ. ഈ ഹോളിൽ കൂടി നോക്കണം. സ്പിൻ ടു ഡിസ്കവർ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സ്പീഡിൽ കറക്കി ഇങ്ങനെ നോക്കൂ കുഞ്ഞാ ഇവിടെ നോക്കിയിട്ട് ഇതിൽ കൂടി നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടി അത് സ്പീഡിൽ കറക്കണം. അപ്പോൾ ബേർഡ് പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ബേർഡ്സ് പറന്നു പോകണുണ്ടോ നീ? ഈ ഹോൾസിൽ കൂടി നോക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിൽ ബേർഡ്സ് ആർ ഫ്ലൈങ്. ബട്ട് ഫോണിൽ കാണുന്നില്ല. ഇതിൽ കണ്ടോ ദ ഏർലിയസ്റ്റ് നോൺ ഫ്ലൈയിങ് ബേർഡ്. അതിൻ്റെ ഫോസിലാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെഡായിട്ട് ഇത് സ്റ്റോണിൽ കിടക്കുമല്ലോ. അതിൻ്റെ ബോൺസ് ഫൈൻഡ് ചെയ്ത് അത് ഏർലിയസ്റ്റ് വളരെ വളരെ പഴയ കാലത്തെ ബേർഡിൻ്റെ ഇതാ ബോണത് ബോണ് കണ്ടോ. ഇതാണ്ടോ ഇവിടുത്തെ ഫീഡിങ് റൂമൊക്കെ കൊള്ളാം. ഇച്ച് സ്റ്റാർട്ട് ചെയ്തു കരച്ചിൽ. പക്ഷെ ഇവിടെ ദുബായിലെ എല്ലാ ഫീഡിങ് റൂംസും ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലെ ഫീഡിങ് റൂംസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അവിടെ ഇങ്ങനെ ചെറിയൊരു വാഷ് ബേസിനും കുട്ടിയെ കിടത്താനുള്ള ഏരിയയും ഇരുന്ന് ഫീഡ് ചെയ്യാനുള്ള ഏരിയയും ഒക്കെ ഉണ്ടാവും. നല്ല ഏസിയും എല്ലാം ഉണ്ടാവും കേട്ടോ. ഈ നമ്മുടെ പേരെന്താ? റേഡിയേറ്റഡ് ടോർട്ടോസ്. സീ koala here. See koala kando. Oh, so cute. Hello koala. Hello.
Run away. ഈ ഒരു ഏരിയ 5 o'clock അടയ്ക്കുന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേഷൻ. നമുക്ക് പോയി നോക്കാം. അവർ ഓൾറെഡി പോയി. യെസ്. Eat fruit, vegetable, egg, worm, insect, and also small. Cactus ഉണ്ടോടാ? Very big cactus. Inu, look at the cactus. See? Big one. ലെമൂർ ഇരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞത് അവർ ലെമൂറിൻ്റെ അടുത്ത് നിന്ന് 1 meter മാറി നിൽക്കണം. ടോക്കി ഉണ്ടാകുന്ന അവനോട് വിളിക്കണ്ട അവനെന്ന്. ചിലപ്പോൾ കടിക്കും. നോക്കിയടാ എന്ത് വലിയ ക്യാറ്റസാ നോക്കിയടാ. സോ ബിഗ് ക്യാറ്റസ്. മുള്ളുകുത്തല്ല ക്യാറ്റസിൻ്റെ. ഇവിടെ നിറച്ച മറ്റേ ഡെസേർട്ട് പോലെ ലൈഫ് ആക്കിയേക്കോ. ക്യാറ്റസിൻ്റെ ലൈഫ് പോലെ. ഇങ്ങനെ പിടിച്ചോ. എനിക്ക് സ്പീഡിൽ വരാൻ പറ്റുമോ? അവന് സ്പീഡിൽ വരാൻ പറ്റും. അവൻ കടി തരുകയും ചെയ്യും കേട്ടോ. അവന് പേടിയായിട്ട്. ഇതാണ്ടല്ലോ ലെമൂർ കഴിക്കുന്ന ഫ്രൂട്ട്. കാണാമോ? അയ്യോ, ഇതിന്റെ പേര് ബൊബാബ. ബൊബാബ ട്രീ. ബൊബാബ ട്രീ. നമ്മൾ വേറെ ഏതോ സ്ഥലത്തോട്ട് പോകുന്ന പോലെ ഉമ്മ ഉണ്ടോ? ഇല്ല വേണ്ട, ചിലപ്പോ ഒന്ന് കടിക്കും. പറഞ്ഞേ അങ്ങനെ പറയണ്ട, കടിക്കും. ഇല്ല, പയ്യെ ടോക്കിയത് പറ്റില്ല. ആൻറ്റി ടോക്കി. ഇത് നോക്കി, ഇവിടെയൊക്കെ പന, ക്യാക്ടസ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം, റെയിൻ ഫോറസ്റ്റ്. So we cannot. When we reach there, we can. ഇത് സെയിം ബൊബാബ ട്രീ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് അവർ പറയുന്നത് 3 എലിഫൻസ് ഒരുമിച്ച് നിന്ന് വെള്ളം കുടിച്ചാൽ പോലും തീരാത്ത അത്രയും വാട്ടർ ഉണ്ടെന്ന്. വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരുതരം ട്രീ ആണ് കേട്ടോ ഇത്. തൊട്ടപ്പുറം ഞാൻ ഒരു പോണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ നാട്ടിലെ തുപ്പലം കൊത്തി പോലത്തെ ഫിഷ് ഉണ്ടായിരുന്നു. മഡഗാസ്കറിലെ ഫിഷാന്ന് പറഞ്ഞാൽ കാണിച്ച. യെസ്, മഡഗാസ്കറും ഇന്ത്യയിൽ തമ്മിൽ ബന്ധമുണ്ടല്ലോ. മേ ബി ആയിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല. ഓ ബിഗ് അൽഡബ്ര ജെയിൻ ടോർട്ടസ്. 18 മണിക്കൂർ ഉറങ്ങും ഇവനാ. ഓ ഹസൂയ. The tortoise, it is in danger because it അതിന് തീറ്റ കൊടുക്കുന്നുണ്ട് ആ മരത്തിന്റെ അതാണ് അങ്കിൾ ആ സാധനം കൊണ്ട് തന്നെ കണ്ട. ഞാൻ കണ്ടായിരുന്നു. പിന്നെ അതേ കാബേജ് അതുപോലുള്ള എന്താണ് കണ്ടോ ജെയിന്റ് ടോർട്ടസ്. ക്യാബേജിന്റെ ഇല പച്ചക്കറി കട വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. കണ്ടോ? ഇന്ന് നോക്കിയേ. but so far this ticket close to കഴിക്കുവാണോ? എൻ്റെ ഹെഡ് എവിടെടാ? നമ്മളിനി പോകുന്നത് സാൻസിബാർ വില്ലേജ്. സീ ദിസ് ഇസ് സാൻസിബാർ വില്ലേജ്. സ്ട്രോളർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കറക്റ്റായിട്ട് പോകുന്നില്ല. അങ്ങനെ നമ്മൾ ബോമയിലെത്തി. ഇത് കണ്ടോ, ഗെയിം ഒരു ആഫ്രിക്കൻ സ്റ്റൈൽ ഹട്ട്. മറ്റേ പൂടപ്പട്ടി പോലത്തെ പൂട ആട്. പിടിച്ചോ 2 എണ്ണം. ആട് നോക്കിയേ, മറ്റേ പൂട. ഹലോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഗോഡ്സ് ആണ് കേട്ടോ. കൊമ്പ് കണ്ടോ, നല്ല വളഞ്ഞിരിക്കുന്ന കൊമ്പ്, ദേഹം നിറച്ചും രോമോ, അങ്ങനത്തെ പ്രത്യേകത്തിലുള്ള ഓട്ടിട്ട്. പക്ഷേ ആട്, ഗോട്ടും ആടും കൂടി സ്റ്റക്കായിപ്പോയി വായിൽ. അവിടുത്തെ ഹട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇപ്പുറ സൈഡിൽ ഡോങ്കി ഉണ്ട്. സി ഡോങ്കി ദ ഹാർഡ് വർക്കർ. നമ്മൾ ഡോങ്കി കഴുതിയെന്ന് പറയുമെങ്കിലും
ശരിക്കും ദ റിയൽ തിങ് ഈസ് ദ ഹാർഡ് വർക്കർ. ഡോങ്കീസ് ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോ ദേ ആർ ദ ഹാർഡ് വർക്കർ. എന്തൊക്കെയാണ് കാണിക്കാൻ നോക്കിയ ഒരു കഴുത തലയും കുത്തി മറിയുന്നു. അപ്പോൾ നാട്ടിലെത്തിയൊരു ഫീലിങ്സ്, കോഴിയുടെ കൂവലും ആ ഒരു പ്ലേസും ഒക്കെ കാണുമ്പോഴേക്കും ഇത് ട്രഡീഷണൽ ഒരു നാടൻ ലുക്ക്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതേ തിരിച്ചു പോരുകയാണ് കേട്ടോ. അവിടെ ഈ ഒരു സമയത്ത് സഫാരി സൂവിൽ പോവുകയാണെങ്കിൽ അത്രയ്ക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ടൊക്കെ പോകണമായിരുന്നു. എലിഫൻസിൻ്റെയും ജിറാഫിൻ്റെ സ്റ്റേഷൻസ് ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കതേ നമ്മളിപ്പോൾ ഒരു ചെറിയ ഡേ ടു ഡേയിൽ വന്നേക്കാണ്. പറ 11.9. വോളിലിട്ടിരിക്കുന്ന ടൈലാണ്. ടൈലല്ല, പേപ്പറാ. നമ്മള് വേറെ ഒട്ടിച്ചില്ല. How much for this? നോക്ക്, ചെറിയ ചെറിയ എമൗണ്ടിന്റെ നോക്ക്. ഇത് 3 ദിറത്തിന്റെ. ഇത് വേണോ? ഇതിന്റെ പെൻസിൽ ഇടുന്ന സാധനം നീ ചോദിച്ചില്ലേ? ഇത് ഇങ്ങനെ പെൻസിൽ ഇട്ട് വെക്കുന്നത്. ഇതിപ്പോ 3 ആയി. ഇനി ഇത് എടുക്കുകയാണെങ്കിൽ ഇതിന് 1 ഉള്ളൂ. അപ്പൊ ഇത് എടുത്താ 4 ആയി. ഇപ്പൊ ഇതില് 4. ഇത് മതിയില്ല, ഇത് മോഡലിംഗ് ക്ലേ ആ. ഇത് മറ്റേ ക്ലേ ആ. ഇതോ 2. ഇപ്പൊ കൗണ്ട് ചെയ്തേ. 2 ഇതിന് 2 3 4 5 6 ആയി. നീ സൈഡിൽ എന്തെങ്കിലും വേണോ? ഏതെങ്കിലും ബുക്ക് വേണോ? ഇന്നു വേണ്ട. നീ എന്താ സെർച്ച് ചെയ്യണ? സ്ക്രാച്ച് ചെയ്യണ ബുക്കാ? പെൻസിൽസ് വേണോ? ഇതോ? അപ്പൊ നമ്മൾ 10 ദിർഹം ചലഞ്ച് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി വേറെ വിശേഷങ്ങളുമായി കാണാം.